ഹായ്, നമ്മളിന്ന് ഈ ഫ്ലോറിങ്, നമ്മൾ വുഡൻ ഫ്ലോറിങ് ഇല്ല, ഈ കാണുന്ന വുഡൻ ഫ്ലോറിങ്ങിൽ നല്ല ഈ പാച്ച് വർക്ക്സ് ഉണ്ടോ? ഈ പാച്ച് വർക്ക് നമ്മൾ കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴൊക്കെ പനലാവുന്നതാണ്. ഇതേപോലെ നല്ല വേറെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ അയർലൻഡിൽ ചാഡ്വിക്സിൻ്റെ ഷോറൂമിൽ കിട്ടും, പല സ്ഥലത്തുണ്ട് ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് നോക്കിയാൽ സോഫ്റ്റ് വാക്സ് ആണ്, വുഡൻ ഫില്ലർ പോലെ ഉള്ളൂ. ഇതിനേക്കാളും കൂടിയതുകൊണ്ട് ഇത് ഏകദേശം ഒരു ആവറേജ് പൈസ കുറഞ്ഞ സാധനമാണ്, അത്ര പൈസയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഈ ഗ്രേ ആണ്, ഇത് ഫ്ലോർ ഗ്രേ ആയതുകൊണ്ട് ഗ്രേ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചേട്ടോ. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത ഏരിയാസാണ് ഇതൊക്കെ. ഇവിടെ ഉണ്ടായിരുന്നു അത് ഇത്ര ഈ ഭാഗത്തും ഉണ്ടായിരുന്നു. അത് ഈ ക്ലോസ് ലുക്കിന് മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഫെയ്ഡായിട്ട് ഇതിനോടങ്ങ് മിക്സായി വരും. ഞാൻ ഇവിടെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും ഷെയ്ഡുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതിന് കുറച്ച് തോണ്ടിയെടുത്ത് ചെയ്യുക. ഇത് ആദ്യം ഒന്ന് ഒട്ടിക്കിട്ട് വെച്ച് പാടാണ്, എങ്കിലും നമുക്ക് ഒന്ന് ചെയ്യാം. എന്നിട്ട് അടുത്ത ഷെയ്ഡ് കുറച്ച് എടുക്കുക. ഈ ഷെയ്ഡിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് പിടിച്ച് ആദ്യം ഇത് പിടിപ്പിക്കുന്നുണ്ട്. അകത്ത് അതിനെ പിടിപ്പിച്ച് നല്ല ഈ ടിപ്പ് വെച്ചിട്ടാണിത് കുത്തി പിടിപ്പിക്കുന്നത്. അതിനെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മാക്സിമം പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ എക്സസ് ആയിട്ടുള്ളത് തോണ്ടിയെടുത്ത് കളയുക ചെയ്യാറ്. ഓൾമോസ്റ്റ് പിടിച്ചു, സാധനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ജസ്റ്റ് എക്സസ് ആയിട്ടുള്ളതിനുള്ള ഇതുപോലെ ചീന്തി കളഞ്ഞാൽ മാത്രം മതി. കുറച്ച് നേരത്തെ പണിയുണ്ട് ഈ സാധനത്തിന്. നല്ലതൊക്കെ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, ക്ഷമയോടെ ചെയ്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇതിനും കുറച്ചും കൂടെയൊക്കെ പണിയുണ്ട്. എൻ്റെ ഒന്നുകൂടെയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ തേച്ച് വിട്ടാൽ മാത്രമേ അതുമായിട്ട് ചേർത്തുള്ളൂ, അത്രയും ഭാഗത്തായിട്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം അത് കാണുമ്പോഴത്തേക്ക് ഒരു കുറച്ച് കളർ വ്യത്യാസമുണ്ട് ഇതായിട്ട്. അത് 2-3 ദിവസം കഴിയുമ്പം ഈ കളറുമായിട്ട് അത് മിക്സായി ഓൾമോസ്റ്റ് അത് അതിൻ്റെ അകത്ത് ചേർന്ന് വരും. അപ്പോൾ ശരി, ബൈ.